അച്ഛാ, അച്ഛനും അച്ഛൻ്റെ അച്ഛനും അങ്ങയുടെ അച്ഛനും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ നാട്ടിച്ച് തീർക്കാൻ പോവാ. അച്ഛണ്ടായിരുന്നപ്പോ ഇതിനൊന്നും സമ്മതിക്കൂലായിരുന്നു. നാട്ടുകാരെല്ലാരും അറിയട്ടെ, പോയി ജയിച്ചു വാ. മോനെ, വിഷയം ഒന്ന് തീർത്തിട്ടേ വരാവൂ. ഇനി ഇത് വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. അളീന് തുണ ഞാൻ പോണോ? അടി എനിക്ക് വശമില്ല. ചോദിക്കണ ടൂൾസ് ആവശ്യത്തിന് എടുത്തെടുത്ത് കൊടുക്കാലോ. ശരി, പോയാലോ? കൊള്ളാം. അതവിടെ കെട്ടി വെക്ക്. നിങ്ങളതില് എന്ത് പോക്കാടാ പോണേ? ഓ, ഇന്നാണല്ലേ ആ സംഭവം. ഏതായാലും ആ വണ്ടിയൊന്ന് വഴിയിലിറങ്ങി കണ്ടല്ലോ. പിള്ളേർക്കൊരൽപ്പം വലതു വ്യതിയാനം വന്നു. എന്നാലും കൊള്ളാം. അപ്പന്മാര് സഖാവ് മാധവനും സഖാവ് ശങ്കുണ്ണി, ഹോ കടുപ്പമായിരുന്നേ. ഈ രണ്ടുപേരും ഉണ്ടായപ്പോ തുടങ്ങിയ വഴക്കും വക്കാണോ. അവരുടെ അപ്പന്മാരും അങ്ങനെയായിരുന്നു. തന്നെ ഒറ്റിച്ചു. ചേട്ടാ, ദേ സായ. ബംഗാളി നായരെ, ജി സാബ്. നാളെ മുതൽ എന്റെ ടീയിൽ ഷുഗർ വേണ്ട. ചേട്ടന് ഷുഗർ വന്നു? ഇല്ല, വരാതിരിക്കാൻ. ബംഗാളി നായരെ, നാളെ എനിക്കും തരുന്ന ടീയിൽ ഷുഗർ വേണ്ട. ടീക്ക് സാബ്. സംഘത്തിൽ നിന്ന് ലോൺ എടുത്തത് 50,000, ചിട്ടിത്തുക 25,000, അടക്ക് വിറ്റത് 7,500. ഇവനെന്നെ മുടിപ്പിക്കുമല്ലോ. അവൻ നേരത്തെ പോയല്ലേ? വിജയ് ടർഫില് പോയല്ലോ. രാവിലെ പോകാൻ മാത്രം അവൻ അവിടെ എന്ത് ജോലിയാ ചെയ്യണത്? ഇതുകൂടി പൊളിഞ്ഞാലുണ്ടല്ല, ഗുണവുമില്ല പിടിപ്പുമില്ല. പോരാത്തതിന് അവന്റെ അമ്മയുടെ അമ്മാവന്റെ ബുദ്ധിക്കുറവ്. അതെ, മണ്ടത്തരം മാത്രമേ കാണിക്കൂ. എന്നിട്ടാണ് ആ മണ്ടന്റെ കൂടെ നീ ഇറങ്ങി ഓടിയത്. ഇന്നെങ്കിലും പാൻ കേക്ക് കഴിക്കാന്ന് വിചാരിച്ചതാണ്. സോറി അച്ഛാ, സ്റ്റീം കേക്ക്.
ഉപകാരമില്ലാത്തൊരു മോനും സമയത്തിന് വിലയില്ലാത്തവൻ്റെ ഒരു പണിക്കാരൻ ഫ്രണ്ടും. തെണ്ടി ഇന്നും 17 രൂപ കളഞ്ഞു. ഇവൻ കത്തിക്കാനായിട്ട് നോക്കിയിരുന്നു. എന്തെങ്കിലും നിനക്ക് നേരത്തെ വന്നൂടെ? വസ്തു കേസല്ലേ, മജിസ്ട്രേറ്റ് വിധിച്ചോളൂ, വക്കീല് കേട്ടോളൂ. നമ്മൾ കുറച്ച് താമസിച്ചാലും പ്രശ്നമൊന്നുമില്ലേ? അപ്പൊ നിന്റെ അമ്മയെ അത്താലും പോകണ്ടല്ല, വീട് അതെന്താ അങ്ങനെ പറഞ്ഞു? അമ്മയെ അത്തോളും നാട്ടുകാർ കുഴിച്ചിടും. ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് ഫീൽ ആവും. എനിക്ക് ഫീൽ ആകണം, എന്നാലേ നീ പഠിക്കൂ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. ശരിയേട്ടാ. നിന്റെ പണിയൊക്കെ തീർത്തിട്ടെ ഇനി വൈകിട്ട് വന്നാ മതി. ഓക്കെ. അതിന് ഇവനൊക്കെ വല്ല പണി ഉണ്ടായിട്ടാണ്. ടിക്കറ്റ് ടിക്കറ്റ് എവിടെ ഇറങ്ങണ്ടേ? അവിടെ ടിക്കറ്റ് ഒരു കോട്ടം ചെയ്ത ടിക്കറ്റ്. മിസ്റ്റർ, എത്ര വയസ്സായി? എന്താട്ടാ? തനിക്ക് എത്ര വയസ്സായെന്ന് മനസ്സിലായില്ലേ? എന്തിനാണ്? അതെന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ചേട്ടാ അപ്പുറത്ത് സീറ്റ് ഉണ്ടല്ലോ, അവിടേക്ക് ഇരുന്നൂടെ? എന്തിനാട്ടാ ചൂടാവണേ? ഇരുന്നോട്ടാ, ഇരുന്നോ. മാധവൻ സാറ് കോടതി പടി തന്നെയല്ലേ? അതെ. അവിടെ ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. കോടതി ജംഗ്ഷനില്ല, അവിടെ എവിടെ? നിർത്ത്, നമ്പൂതിരി കയറാനുണ്ട്. അവന്റെ അരയെണ്ണ നട ഇന്നത്തോട് തീരുമല്ലോ. നമ്പൂതിരി ചേട്ടാ വേഗം കയറേ. ചേട്ടാ അങ്ങോട്ട് ഇരിക്കാൻ സമയമല്ലേ?